കൊടുത്തും ഒറ്റപ്പാലത്ത് പി.കെ. ശശിയെ വിജയിപ്പിക്കണമെന്ന നിലപാടിൽ മുന്നോട്ടു പോവുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. UDF 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പി.കെ. ശശി തന്നെയാകും ഒറ്റപ്പാലത്ത് നിന്നും കോൺഗ്രസിനെ നയിക്കുക എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂവാണ് പി.കെ. ശശിയുടെ വിജയമെന്നാണ് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 100-ലധികം സീറ്റുകൾ നേടി നമ്മൾ വിജയിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ പി.കെ. ശശി ഉണ്ടാകുമെന്നും തെങ്ങിൻ തോപ്പാണ് അദ്ദേഹത്തിന്റെ ചിഹ്നമെങ്കിലും കൈപ്പത്തിയാണ് ചിഹ്നമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു വേണം വോട്ട് ചെയ്യാനെന്നാണ് സതീശൻ ഒറ്റപ്പാലത്തെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ വലിയൊരു യുദ്ധത്തിന് നടുവിലാണ്. ഈ മഹായുദ്ധം നമ്മൾ ജയിക്കും. 100-ലധികം സീറ്റുകൾ നേടും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിന്നതുകൊണ്ട് മാത്രമാണ് പി.കെ. ശശി മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ശത്രുവായതെന്നും ഇപ്പോൾ നമുക്കൊപ്പം ഇരിക്കുന്നതെന്നും V.D. സതീശൻ പറയുകയുണ്ടായി. ഒരു കാലത്ത് V.S. അച്യുതാനന്ദനെ എതിർത്ത് രംഗത്തെത്തിയ പി.കെ. ശശി പെട്ടെന്ന് തന്നെ പിണറായി വിജയന്റെ വിശ്വസ്തനാവുകയായിരുന്നു. പിണറായിക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന പി.കെ. ശശിയെ പിന്നീട് പിണറായി തന്നെ പുറത്താക്കിയെന്നാണ് കേൾക്കുന്നത്. കേരളത്തിന്റെ CPM-നകത്ത് വിഭാഗീയതയുടെ കാലത്താണ് പി.കെ. ശശി എന്ന രാഷ്ട്രീയക്കാരന്റെ വളർച്ച പാലക്കാടിന് പുറത്തേക്ക് കടക്കുന്നതെന്നാണ് പാർട്ടിയിലെ മുതിർന്ന പ്രവർത്തകർ ഓർത്തെടുക്കുന്നത്. അച്യുതാനന്ദനെതിരെ തിരിഞ്ഞ പി.കെ. ശശിയെ പിണറായി പക്ഷം ഉള്ളംകൈയിൽ വെച്ചാണ് കൊണ്ടു നടന്നതത്രേ. പാലക്കാട്ടെ സാധാരണ പ്രവർത്തകനായ പി.കെ. ശശി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് പോലും ഉയർത്തപ്പെട്ടു. തുടർന്ന് ഷൊർണൂരിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലുമെത്തി. 2017 ഡിസംബറിൽ മണ്ണാർക്കാട് നടന്ന ജില്ലാ സമ്മേളനത്തിനിടെ DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തെ തുടർന്ന് പി.കെ. ശശിയുടെ നല്ല സമയങ്ങൾക്ക് മേൽ കരിനിഴൽ വീണു തുടങ്ങി. ലൈംഗിക ആരോപണം പി.കെ. ശശിയെ ഏറ്റവും ദോഷകരമായി ബാധിച്ചെങ്കിലും അതിലും ഗുരുതരമായ സാമ്പത്തിക അഴിമതി ആരോപണങ്ങളാണ് പിന്നീട് ഉയർന്നു വന്നത്. DYFI നേതാവിന്റെ പരാതി അന്വേഷിച്ച AK ബാലൻ പി.കെ. ശ്രീമതി കമ്മീഷൻ ശശിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പി.കെ. ശശിക്കെതിരായ പരാതികളിൽ ഏറെ ആഘോഷിക്കപ്പെട്ടത് DYFI വനിതാ നേതാവിന്റെ പരാതിയാണെങ്കിലും ഏറ്റവും ഗൗരവമേറിയത് മണ്ണാർക്കാട് വിദ്യാഭ്യാസ സഹകരണ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടാണ്. ഈ സഹകരണ സംഘത്തിന് കീഴിലെ യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി ശശി പാർട്ടി അറിയാതെ സഹകരണ ബാങ്കുകളിൽ നിന്ന് 5.49 കോടി രൂപ ഓഹരിയായി സമാഹരിച്ചു എന്നതായിരുന്നു പരാതി. അതീവ ഗുരുതരമായ ഈ ആരോപണത്തെ തുടർന്ന് പാർട്ടിക്ക് ശശിക്കെതിരെ കർശന നടപടിയെടുക്കേണ്ടി വന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തി ബ്രാഞ്ചിലേക്കിട്ടു. അതിന് പിന്നാലെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശശിക്ക് രാജിവെക്കേണ്ടിയും വന്നു. അന്ന് ശശിയെ താഴെയിറക്കാൻ പ്രതിഷേധിച്ച കൂട്ടത്തിൽ മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയും മുന്നിൽ തന്നെയായിരുന്നു. പി.കെ. ശശി CPM വിട്ട് പുറത്തിറങ്ങിയപ്പോൾ പഴയതെല്ലാം മറന്ന് തോളിൽ കൈയിടാൻ ആദ്യം ഓടിയെത്തിയതും ഈ കോൺഗ്രസ്കാർ തന്നെയാണ്. CPM പ്രസ്ഥാനത്തിന് വളരെ വേരോട്ടമുള്ള മണ്ഡലമാണ് ഒറ്റപ്പാലമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. പി.കെ. ശശി ഒറ്റപ്പാലത്ത് മത്സരിച്ച് വിജയിച്ചാൽ MLA, മറിച്ച് ശശി പരാജയപ്പെടുകയും UDF അധികാരത്തിലെത്തുകയുമാണ് സംഭവിക്കുന്നതെങ്കിൽ രാജിവെച്ചിറങ്ങിയ KTDC ചെയർമാൻ കസേര വീണ്ടും പി.കെ. ശശിക്ക് സ്വന്തമെന്നാണ് ഒറ്റപ്പാലത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നും കേൾക്കുന്നത്. പി.കെ. ശശി എന്ന പൊതുപ്രവർത്തകനെയാണോ പി.കെ. ശശി എന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെയായിരുന്നോ ജനങ്ങൾ സ്വീകരിച്ചതെന്ന് അറിയാനുള്ള മത്സര പരീക്ഷ നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതിനായി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കാം.